നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിലും ഗൂഢാലോചന ആരോപിച്ച നിവിൻ പോളി നൽകിയ പരാതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെയും ഭർത്താവിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി സംശയിക്കുന്നുവെന്ന് യുവതി പറഞ്ഞു. ഇതിനിടെ മുകേഷിന് ജാമ്യം നൽകിയ ജില്ലാ കോടതി നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ പോലീസ് നടപടി തുടങ്ങി. തനിക്കെതിരായ പീഡനക്കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് നിവിൻ പോളിയുടെ പരാതിയിലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പരാതിയിൽ അന്വേഷണം നടത്തും. ഇതിന്റെ ഭാഗമായാണ് പരാതി ഉന്നയിച്ച യുവതിയുടെയും ഭർത്താവിൻ്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തിയാണ് ഇരുവരുടെയും മൊഴിയെടുത്തത്. കേസന്വേഷണം അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നതായി സംശയിക്കുന്നുവെന്ന് മൊഴിയെടുപ്പിന് ശേഷം യുവതി പറഞ്ഞു. താൻ പറഞ്ഞ തീയതി തെറ്റിയതിന്റെ പേരിൽ ചിലർ വിവാദമുണ്ടാക്കുകയാണെന്നും യുവതി ആരോപിച്ചു. ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു. ഉടൻ നിവിൻ പോളിയുടെയും മൊഴി രേഖപ്പെടുത്തും. യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും താൻ നിരപരാധിയാണെന്നും ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് നിവിൻ പോളിയുടെ പരാതി. ഇന്നലെയാണ് നിവിൻ പോളി പരാതി DGPക്ക് കൈമാറിയത്. ഇതിനിടെ ഇടവേള ബാബുവിനെതിരായ പീഡനക്കേസിലും അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടന്നു. യുവതിയുമായി ഇടവേള ബാബുവിൻ്റെ ഫ്ളാറ്റിലെത്തി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ഇതിനിടെ നടൻ മുകേഷിന് ജില്ലാ കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് കത്ത് നൽകി. ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ അന്വേഷണത്തെ ബാധിക്കുമെന്നും അതിനാൽ റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. ജില്ലാ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. കൈരളി ന്യൂസ്, കൊച്ചി.